പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. കൊച്ചു നീലാണ്ടൻ. ആ ചെക്കനുണ്ട് മരത്തിന്റെ തുഞ്ചത്ത് കയറി നിൽക്കണ്. ഒന്ന് താഴെ ഇറങ്ങാൻ പറയൂ. അമ്മ അച്ഛനോട് പറയുന്നത് അവൻ കേട്ടു. അച്ഛൻ കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് കാണും. അയ്യോ! അച്ഛനിൽ നിന്ന് ഒരു ശബ്ദമുയർന്നത് അവൻ കേട്ടു. മീശയുടെ തുമ്പത്ത് ചാക്കുചരടുകൊണ്ട് കെട്ടണ്ടായിരുന്നു. അച്ഛൻ എഴുന്നേറ്റപ്പോൾ വേദനിച്ചു കാണും. ഇന്നവൻ്റെ കഥ ഞാൻ കഴിക്കും. കലി തുള്ളിക്കൊണ്ട് അച്ഛൻ പുറത്തേക്ക് വന്നു. അമ്പഴത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിന്നു. താഴെ ഇറങ്ങടാ, അച്ഛൻ കൽപ്പിച്ചു. അച്ഛൻ്റെ ദേഷ്യം അതിനു മുമ്പ് അവൻ കണ്ടിട്ടില്ല. കിടന്ന് വിറയ്ക്കുന്നു. മുഖത്തെ മാംസപേശികൾ ഇളകുന്നു. അവൻ താഴെ ഇറങ്ങി. അച്ഛൻ അവൻ്റെ കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. ഇടത്തെ കൈകൊണ്ട് ഒരു ചുള്ളിക്കമ്പ് ഒടിച്ചെടുത്തു. 2 കാലിലും 4-5 അടി വീതം പാസാക്കി. കൊച്ചു നീലാണ്ടൻ കരഞ്ഞില്ല. അവൻ നിന്നുകൊടുത്തു. മീശ തടവിക്കൊണ്ട് അച്ഛൻ മുറിയിലേക്ക് പോയി. എടാ, അകത്തേക്ക് വാ, അമ്മ വിളിച്ചു. അവൻ ഉമ്മറത്തിണ്ണയിൽ ചെന്നിരുന്നു. മോന് വേദനിച്ചോ? അമ്മ ചോദിച്ചു. അവൻ പറഞ്ഞു, വേദനിച്ചില്ല, ബഹുസുഖം. അച്ഛൻ വീണ്ടും ഒരു ഉറക്കം കഴിഞ്ഞ് ഉമ്മറത്തേക്ക് വന്നു. അപ്പോൾ കൊച്ചുനീലാണ്ടൻ ചോദിച്ചു, അച്ഛൻ എന്തിനാ എന്നെ തല്ലിയത്? അമ്പഴത്തിൽ കയറിയതിനോ അതോ അച്ഛൻ്റെ മീശ കെട്ടിയതിനോ? അച്ഛൻ ആ ചോദ്യം കേട്ട് പൊട്ടിച്ചിരിച്ചു. അവനെ വാരിയെടുത്ത് നെറ്റിയിലും കവിളിലും അച്ഛൻ ഉമ്മ വച്ചു. അച്ഛൻ ലീവിൽ വന്നാൽ ആകപ്പാടെ നല്ല രസമാണ്. പലവിധം പലഹാരങ്ങളുണ്ടാക്കും. മൂക്കുമുട്ട തിന്നാം. കൊച്ചുനീലാണ്ടൻ ചോദിക്കാറുണ്ട്, അച്ഛൻ വന്നാൽ മാത്രമേ പലഹാരം ഉണ്ടാക്കാവൂ? എനിക്കെന്താ എല്ലാ ദിവസവും അടയും മുറുക്കും ഉണ്ടാക്കി തന്നാൽ? അമ്മ പറയും, നിനക്ക് ദിവസവും രാവിലെ ദോശയുണ്ടാക്കി തരാറില്ലേ? അച്ഛന് പട്ടാളത്തിൽ ദോശ കിട്ടുമോ? കൊച്ചുനീലാണ്ടൻ ചിരിക്കും. പാവം അമ്മ. അമ്മയുടെ വിചാരം പട്ടാളത്തിൽ ദോശയും ഇഡലിയും ഒന്നും കിട്ടില്ലെന്നാണ്. അവൻ ചോദിച്ചു, പട്ടാളക്കാർക്ക് ദോശ കിട്ടില്ലേ അച്ഛാ? ദോശ കിട്ടാറില്ല, ചപ്പാത്തി കിട്ടും, അച്ഛൻ പറഞ്ഞു. അവൻ ആവലാതിപ്പെട്ടു. അച്ഛൻ പോയാൽ പിന്നെ എനിക്കൊരു പലഹാരവും അമ്മ ഉണ്ടാക്കി തരില്ല. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അച്ഛൻ ഉത്തരവ് പാസാക്കി. കൊച്ചുനീലാണ്ടന് ഞാൻ പോയി കഴിഞ്ഞാലും എല്ലാ ദിവസവും പലഹാരം ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അമ്മ സമ്മതിച്ചു. കൊച്ചുനീലാണ്ടന് സന്തോഷമായി. കൊച്ചുനീലാണ്ടന് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാൻ വയ്യ. എന്തെങ്കിലും കുസൃതി കാണിച്ചുകൊണ്ടേയിരിക്കണം. അമ്മ അച്ഛനോട് ആവലാതി പറയും. ഈ ചെറുക്കൻ ഇങ്ങനെ വളർന്നാൽ എന്തു ചെയ്യും? മഹാപോക്രിയായിട്ടാണ് അവൻ്റെ പോക്ക്. നല്ലോണം ഒന്ന് ശാസിക്കണം. അച്ഛൻ അവനെ വിളിച്ച് ഉപദേശിക്കും. കൊച്ചുനീലാണ്ടാ, നീ പഠിച്ച് മിടുക്കനാവണം. എനിക്ക് 4 അക്ഷരം പഠിക്കാൻ കഴിഞ്ഞില്ല. നീയെങ്കിലും ഒരു യോഗ്യനായി തീരണം. യോഗ്യനായി തീരാം, അവൻ സമ്മതിക്കും. അതിനിങ്ങനെ എപ്പോഴും വികൃതി കാട്ടി നടന്നാലോ? ഞാൻ നല്ലവണ്ണം പഠിക്കാറുണ്ടച്ഛാ. അമ്മ ഇടയിൽ ചാടി വീഴും. നീ പഠിക്കാറുണ്ടോ? അരനാഴിക തുടർച്ചയായി നീ വായിക്കാറുണ്ടോ? എന്തിനാ ഇങ്ങനെ നുണ പറയണത്? കൊച്ചുനീലാണ്ടൻ വിട്ടുകൊടുക്കില്ല. അതിനെന്താ, എൻ്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷിലും കണക്കിലും മലയാളത്തിലും ഞാനാണ് ഒന്നാമൻ. കാര്യം ശരിയാണ്. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ വായിച്ചത് പ്രീതി.